നമ്മുടെ സ്വൈര്യവിഹാരങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന തെരുവു നായകളെക്കുറിച്ച് ഇനിയും മിണ്ടാതിരിക്കാൻ കഴിയില്ല. കാൽനട യാത്രക്കാരായാലും ഇരുചക്ര വാഹനക്കാരായാലും ട്യൂഷനിലേക്ക് പോകുന്നവരാണെങ്കിലും വീടിന് മുന്നിൽ കളിക്കുന്ന കൊച്ചു കുട്ടിയാണെങ്കിലും തെരുവു നായയുടെ ആക്രമണത്തിൽ നിന്നും ആരും മോചിതരല്ല. കേരളത്തിൻ്റെ തെരുവുകൾ ഇപ്പോൾ നായകൾ കൈയടക്കി എന്നതാണ് യാഥാർത്ഥ്യം. 2025 ജൂലൈ 8 മീഡിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്യൂ മോട്ടോ കൊഗ്നിസൻസ് അഥവാ ഫോർമൽ പെറ്റീഷൻ ഇല്ലാതെ സ്വമേധയാ കോടതി കേസെടുക്കുകയും വിധി പറയുകയും ചെയ്തിട്ടുണ്ട്. പൗരന്മാരുടെ സംരക്ഷണം ആർട്ടിക്കിൾ 21 അടിസ്ഥാനത്തിൽ ഭരണഘടനാപരമായ കർത്തവ്യമാണെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തെരുവു നായകളെ പൊതുനിരത്തിൽ നിന്നും നീക്കം ചെയ്യാനും അവയെ വാക്സിനേറ്റ് ചെയ്ത് ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും ഉത്തരവിട്ടിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് മൃഗസ്നേഹികൾ കോടതി ഉത്തരവ് അനിമൽ ബർത്ത് കൺട്രോൾ റൂൾസിന് എതിരാണെന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്നുമുണ്ട്. ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ മൃഗസ്നേഹികളെല്ലാം മനുഷ്യസ്നേഹികളും ആകേണ്ടതല്ലേ? എത്ര മനുഷ്യരാണ് തെരുവു നായ ആക്രമണങ്ങളിൽ വേദനിക്കുന്നതും പേവിഷബാധ കൊണ്ട് മരിക്കുന്നതും? നായകൾ തെരുവുകൾ കൈയടക്കുന്നതിൻ്റെ കാരണക്കാർ നമ്മുടെ കൂട്ടത്തിലുമുണ്ട്. അവർ അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരും വളർത്തുനായകളെ തെരുവിൽ ഉപേക്ഷിക്കുന്നവരുമാണ്. നിങ്ങൾ ഈ ദുശീലം മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇനിയും ഈ ഭീതി നമ്മെ പിന്തുടരും, തീർച്ച.